Hi again, welcome to Neetu Soulscape. So today our first topic will be stage fear. ഞാൻ ചെറുതായിരുന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് സ്റ്റേജ് ഫിയർ. സ്റ്റേജ് ഫിയർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ, ഞാൻ ഭയങ്കര ഒരു പേടിത്തൊണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരാളായിരുന്നു, ഭയങ്കര ഇൻട്രോവേർട്ടായിട്ടൊരാളായിരുന്നു എല്ലാവരും. എനിക്ക് അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഉള്ളുകൊണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട്, എനിക്ക് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റേജിൽ കയറി സംസാരിക്കണം, മൈക്ക് വെച്ച് സംസാരിക്കണം, എല്ലാം ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷെ എൻ്റെ ഈ പേടി കാരണം എനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ഒരു സിറ്റുവേഷൻ എത്തിയപ്പോൾ ഞാനിന്ന് ചിന്തിക്കാൻ തുടങ്ങി, എന്തായിരിക്കും എനിക്ക് ഈ സ്റ്റേജ് ഫിയർ വരാനുള്ള കാരണങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മമ്മി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊത്തി വളർത്തി, ഒട്ടും മമ്മി അത്ര ബോൾഡായിട്ടുള്ള ഒരാളല്ല. അപ്പം അങ്ങനെ നമ്മൾ ലൈഫ് ഇങ്ങനെയാണ്, ജീവിതം ഇങ്ങനെയാണ്, നാട്ടിലെ ആൾക്കാർ ഇങ്ങനെയാണ്, അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാണ് എന്നെ കൊച്ചിനെ പോലെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിന്നുണ്ടായിരിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് എല്ലാത്തിനോടും പേടിയായിരുന്നു. എല്ലാ ടീച്ചേഴ്സിന് മുന്നിൽ പോയി നിന്ന് സംസാരിക്കാൻ പേടിയായിരുന്നു. ഈവൻ ക്ലാസ്സിലൊരു 30 പേര് 50 പേര് മുന്നിൽ വരെ എനിക്ക് പോയി നിന്ന് സംസാരിക്കാൻ വളരെയധികം പേടിയായിരുന്നു. അപ്പോൾ ഞാനൊരു ടൈം എത്തിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ പഠിച്ച സ്കൂളിലാണെങ്കിൽ എല്ലാവരും എബോ ആവറേജ് സ്റ്റുഡൻസ് ആയിരുന്നു. എല്ലാവരും നല്ല വീട്ട് ഫാമിലിയിൽ നിന്ന് വരുന്നവർ, അങ്ങനത്തെ ആൾക്കാരായിരുന്നു. എല്ലാവരും എബോ ആവറേജ് ആണ്. അവിടെയൊക്കെ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ഇവരൊക്കെ എന്ന് വെച്ചാൽ ഒരു ഫ്ലോലെസ് ആയിട്ട് സ്റ്റേജിൽ കയറി പോകുന്നു, ഒരു പേടിയില്ലാണ്ട് സ്റ്റേജിൽ കയറി പോകുന്നു, സംസാരിക്കുന്നു, തിരിച്ചു വരുന്നു, ചിലർ നോക്കി പറയുന്നു, ചിലത് കാണാതെ പറയുന്നു. കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഞാൻ അതിശയിച്ച് നിന്നിട്ടുണ്ട് ഇവരൊക്കെ ചെയ്യുന്നുണ്ടപ്പോൾ. അപ്പം ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് കാര്യം എനിക്ക് മാത്രം എന്താ എനിക്ക് പറ്റാത്ത. പക്ഷെ ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇന്ന് വീട്ടിൽ നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്, പക്ഷേ കാര്യത്തിലോട്ടടക്കം എനിക്ക് പറ്റില്ല. സോ റീസൺസ് എന്താണെന്നുള്ളത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് കണ്ടുപിടിച്ചു. ഫസ്റ്റ് റീസൺ, കോൺഫിഡൻസ് ഇല്ലായ്മ. കോൺഫിഡൻസ് ഇല്ല. ഈ കോൺഫിഡൻസ് ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയോ? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് തെറ്റോ എന്നുള്ള പേടി, പറയുന്ന കാര്യം തെറ്റോ എന്നുള്ള പേടി. രണ്ടാമത്തത്, തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ എങ്ങനെ ജഡ്ജ് ചെയ്യും എന്നുള്ള പേടി. മൂന്നാമത്തത് ലാംഗ്വേജ് ബാരിയർ. നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ അറിയാം നമ്മൾ ഇംഗ്ലീഷിലേക്ക് സംസാരിക്കേണ്ടത്. മേ ബി ലാംഗ്വേജ് ബാരിയർ, ഇംഗ്ലീഷിൽ സംസാരിക്കണം, അപ്പോൾ നമ്മൾ പറയുന്നത് തെറ്റിപ്പോകും എന്നുള്ളൊരു പേടി. പിന്നെ കൂടുതലും കോൺഷ്യസ് ആണ് നമ്മൾ. ഈ ഇത്രയും കാര്യങ്ങൾ കാരണം നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും. തെറ്റിപ്പോകുന്നുള്ള കോൺഷ്യസ്, അല്ലെങ്കിൽ മുന്നേ ഇത്രയും ആൾക്കാർ കാണുമ്പോഴുള്ള പേടി. ഞാൻ ലിറ്ററലി സ്റ്റേജിൽ നിന്ന് വരച്ചിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ. നമ്മൾ നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ആൾക്കാർ എന്ത് വേണം ചിന്തിക്കട്ടെ, എല്ലാം ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നുള്ള പേടില്ലേ. ആൾക്കാർ എന്ത് വേണം ചിന്തിക്കട്ടെ, കുഴപ്പമില്ല, അവർക്കൊന്നുമില്ലല്ലോ. നമുക്ക് നമ്മളായിട്ട് സ്വന്തമായിട്ട് ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിസ്റ്റേക്സിലോടുകൂടി മാത്രമേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. നമ്മളിങ്ങനെ പുറകോട്ട് പേടി കാരണം പുറകോട്ട് വലിയുമ്പോൾ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറയുമ്പോൾ നമുക്കവിടെ എക്സ്പീരിയൻസ് കുറയുന്നതോറും നിങ്ങളുടെ പേടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ, സ്റ്റേജിൽ കയറി 4-5 വട്ടം കയറി നിന്ന് സംസാരിച്ച് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ പേടി കുറയും. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ നമ്മൾ തള്ളിക്കളയാതിരിക്കുക, അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ വല്ലി എന്തോ ആയിക്കോട്ടെ, ആൾക്കാർ എന്താണ് വിചാരിക്കട്ടെ, എനിക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് സ്റ്റേജിൽ കയറാൻ പറ്റണം എന്നുള്ളൊരു ചിന്തയിൽ തെറ്റണമെങ്കിൽ തെറ്റട്ടെ എന്ന് വിചാരിച്ചിട്ട് കയറാം. പിന്നെ ലാംഗ്വേജ് ബാരിയർ. മെയിൻ പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാണാതെ പഠിച്ചിട്ടായിരിക്കും പോകുന്നത്. നമ്മളിങ്ങനെ പറയുന്നത് വെച്ചാൽ പണ്ടൊക്കെ ഞാൻ കാണാതെ പഠിച്ചിട്ടിങ്ങനെ പോകും. അപ്പോൾ നമ്മൾ തെറ്റി പോകുന്നുള്ള പേടി, അല്ലെങ്കിൽ മറന്നു പോകുന്നുള്ള പേടി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പം ഞാൻ ഈ ലാംഗ്വേജ് ബാരിയർ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് മാറ്റണം. അത് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒറ്റയ്ക്ക് ലാംഗ്വേജ് ബിൽഡ് ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്, ഒന്ന് നമ്മൾ വായിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രോഗ്രാംസ് കാണാം. ഇല്ലെന്നുണ്ടെങ്കിൽ ബെറ്റർ തിങ് എന്ന് വെച്ചാൽ, ഞാനിങ്ങനെ ഒരുപാട് വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ടുണ്ട്, എങ്ങനെ എനിക്കിപ്പോൾ എൻ്റെ ലാംഗ്വേജ് ബൂസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെ എനിക്ക് കോൺഫിഡൻ്റ് ആയിട്ട് കാണാതെ പഠിക്കാണ്ട് നമ്മൾക്കായിട്ട് ഇങ്ങനെയാണ് ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരാം എന്നൊക്കെ ഒരുപാട് ഞാനിങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ്, മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ വിലയിരുത്തും. മിററിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് നമ്മുടെ മാനറിസംസ് നോക്കാം, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ മാനറിസംസ് എന്താണ്. പിന്നെ ഒരു ടോപ്പിക് എടുക്കാം, ഫോർ എക്സാമ്പിൾ അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഒരു ഐറ്റം, നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന ഒരു സാധനം വെച്ചിട്ട് ഒരു ടോപ്പിക് എടുക്കുക. ആ ടോപ്പിക്ക് വെച്ചിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക, മിററിലോട്ട് നോക്കി സംസാരിക്കുക. അത് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ അതെനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഫസ്റ്റായിട്ട് ഞാൻ എടുത്തിട്ടുള്ള ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ
പെന്നാണ് ഞാൻ മനസ്സിലെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ മിററിൽ പോയി നിന്നിട്ട് പറഞ്ഞു, ഹായ് ഐ ആം നീതു, ടുഡേ ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടു ടോക്ക് അബൌട്ട് പെൻസ്. പെൻസ് കംസ് ഇൻ വൈഡ് വെറൈറ്റി. ഇങ്ങനെ കൊച്ചിൽ ചെറുതായിരുന്ന സമയത്തുള്ളവരാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, പെൻസ് കംസ് ഇൻ വൈഡ് വെറൈറ്റി. ഇറ്റ് കംസ് ഇൻ റെഡ്, blue, green, black, etc. In my school, students mostly use blue pen. Principal uses black pen. No, vice principal uses black pen. Teachers use red pen, and the principal uses green pen. And still 4th standard, we are not allowed to use the pens. Only pencils were allowed, and we were eagerly waiting to reach 5th standard to use a pen. And pens comes in different variety. Ball pens are there, gel pens are there, ink pens are there. Ink pens are mostly used to improve your handwritings. We all know, mainly we use ball pens, and the main when we were young, mostly uses Lexi pens. And then gel pens are also very good. Like that, ഞാൻ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ സംസാരിച്ച് ഒരു ദിവസം പെൻ, ഒരു ദിവസം ബോൾ, അടുത്ത ദിവസം ബലൂൺ, അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ഫുഡ്, അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പാനിപ്പൂരി, അല്ലെങ്കിൽ നമ്മുടെ ബിസ്ക്കറ്റ്, എന്തെങ്കിലും ഒരു ടോപ്പിക്ക് വെച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് ഐ ക്യാൻ സി, ആദ്യമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമായിരുന്നു അടുത്തെന്ത് പറയും. പക്ഷേ ഞാൻ ഇങ്ങനെ 2-3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഐ ക്യാൻ ലിറ്ററലി സീ എ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സെൻറ്റൻസസ് ഫോം ആവാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കലി എൻ്റെ മനസ്സിൽ ഓരോന്ന് വന്നു തുടങ്ങി. അതായത് നമ്മളിപ്പം വിഷ്വലൈസ് ചെയ്യുക കാര്യങ്ങൾ. ഒരുപാട് ഈ കാണാപാഠം വരച്ച് പറയുന്നതിനെക്കാട്ടിലും നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു ബോൾ എന്നൊരു പെൻ എടുക്കുക, ഇപ്പോൾ ബോളിനെ പറ്റി ചിന്തിക്കുക. ബോൾ ഞാൻ, അല്ലെങ്കിൽ നമുക്ക് സ്റ്റോറി പറയാം, ബോൾ കൊച്ചിൽ ഞാൻ അത് ഇങ്ങനെ ചെയ്തു അങ്ങനെ നമുക്ക് സ്റ്റോറീസ് കളിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി എനിക്ക് സെൻറ്റൻസസ് ഫ്രെയിം ആയി തുടങ്ങി. അടുത്ത് എന്ത് പറയണം എന്നുള്ള ടോപ്പിക്സ് മനസ്സിൽ വരാൻ തുടങ്ങി. ഓട്ടോമാറ്റിക്കലി എനിക്കിങ്ങനെ വന്നു തുടങ്ങി. അതാണ് ലാംഗ്വേജ് ബിൽഡ് ചെയ്യാൻ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്ത കാര്യം. സെക്കൻഡ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ്. നമുക്ക് ഈ ലാംഗ്വേജ് ഉണ്ടെങ്കിലും കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, മുന്നോട്ട് പോയി നിന്ന് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ആൾക്കാർ എന്ത് വേണോ വിചാരിക്കട്ടെ, കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ആടണം വിചാരിച്ചിട്ട് ഞാൻ തന്നെ നമ്മൾ സ്വന്തമായിട്ട് പുഷ് ചെയ്യാൻ തുടങ്ങി. എന്നെ ഞാൻ പുഷ് ചെയ്ത് തുടങ്ങി. ഇല്ല നീ പോകണം, നീ കയറി സംസാരിക്കണം, ഇനി ബാക്കോട്ട് വരുന്നത് എനിക്ക് ഇനി ഓപ്പർച്യൂണിറ്റീസ് കിട്ടില്ല, നീ കയറണം എന്ന് പറഞ്ഞ് ഞാൻ സ്വന്തമായിട്ട് പുഷ് ചെയ്ത് തുടങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റേജിൽ മൈക്കിൽ സംസാരിച്ച ഞാൻ 9th സ്റ്റാൻഡേർഡിലായിരുന്ന സമയത്ത് തോട്ട് ഫോർ ദ ഡേ എല്ലാ വീക്ക്ലിയും ഓരോ ക്ലാസ്സസ് ആണ്. അതായത് 6th സ്റ്റാൻഡേർഡ്, 5th സ്റ്റാൻഡേർഡ്, 7th സ്റ്റാൻഡേർഡ്, ഓരോ സ്റ്റാൻഡേർഡിലും ഓരോ ഡിവിഷനിൽ നിന്നാണ് സ്റ്റുഡൻസ് വരാം. ന്യൂസ് ഫോർ ദ ഡേ, തോട്ട് ഫോർ ദ ഡേ, അസംബ്ലിയിൽ. അപ്പം അങ്ങനെ ഒരു ദിവസം ഞാൻ, ഇതിന് മുന്നേ ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ ബാക്കോട്ട് വിളിച്ച് ഞാൻ പോയിട്ടില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് തുടങ്ങിയ ശേഷം എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ എല്ലാവരും ഞാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ടീച്ചറാണെങ്കിൽ എന്നോട് പറഞ്ഞു, ലെറ്റ്സ് ട്രൈ നീതു എന്ന് പറഞ്ഞ് ഞാൻ 2 നൽകും കൂടെ പേര് കൊടുത്തു. തോട്ട് ഫോർ ദ ഡേ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ എഴുതിയിട്ട് വരാം, എന്നിട്ട് അന്നത്തെ ദിവസം മോർണിംഗ് നമ്മൾ ടീച്ചറിനോട് പറയുക, അത് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് അസംബ്ലിയിൽ പോയി പറഞ്ഞാൽ മതി. ഫസ്റ്റ് ടൈം ഞാൻ സ്റ്റേജിൽ കയറി, തോട്ട് ഫോർ ദ ഡേ ഏറ്റവും ലാസ്റ്റാണ്. എനിക്ക് ആ സ്റ്റേജിൽ പോയി മൈക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എനിക്കിപ്പോഴും ഓർമ്മ, ഞാൻ നല്ല രീതിയിൽ വരയ്ക്കുന്നുണ്ടായിരുന്നു. വരച്ചിട്ട് ഞാൻ നോക്കി വായിച്ചാൽ മതി, ജസ്റ്റ് നോക്കി വായിച്ചാൽ മതി. ഞാൻ നോക്കി എന്തൊക്കെയോ വായിച്ചു, ക്ലിയർ ആയോ എന്ന് എനിക്കറിയില്ല, മൈക്കിൽ ആദ്യമായിട്ട് സംസാരിക്കുമെന്ന് അറിയില്ല. അന്നത്തെ ദിവസം തോട്ട് ഫോർ ദ ഡേ കഴിഞ്ഞ് ഞാനൊന്ന് കൂളായിട്ട് ഇങ്ങനെ നിന്നു. ഇങ്ങോട്ട് ഇറങ്ങിപ്പോയപ്പോൾ വൈസ് പ്രിൻസിപ്പൾ ചോദിച്ചു, ആരാ തോട്ട് ഫോർ ദ ഡേ പറഞ്ഞു ചോദിച്ചു. അപ്പോഴേ എനിക്ക് ടെൻഷനായി, ഇനി കൊള്ളില്ലാത്തത് കൊണ്ടാണോ കൊള്ളാഞ്ഞിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല. പ്രിൻസിപ്പൾ ചോദിച്ചു, ഞാനാന്ന് പറഞ്ഞിട്ട് ഞാനങ്ങ് പോയി. പിന്നെ എൻ്റെ അടുത്ത് ഒരു സീനിയർ ചേച്ചി വന്നിട്ട് പറഞ്ഞു, ഇത് നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ചേച്ചിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല, വേറെ ആരും എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സ്പീരിയൻസ്. അപ്പം നമുക്ക് ഒരു ദിവസത്തെ എക്സ്പീരിയൻസായി. പിന്നെയുള്ള എക്സ്പീരിയൻസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എലക്ഷൻ വന്നു സ്കൂളിൽ. ഞാൻ ജയിക്കില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം, പക്ഷേ എനിക്ക് എല്ലാവരും മുന്നിൽ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ എലക്ഷൻ വന്നപ്പോഴത്തേക്ക് എലക്ഷന് നിന്നു. എന്തൊക്കെയാണ് സംസാരിച്ചത് എനിക്കിപ്പോഴും അറിയില്ല. ഞാൻ എല്ലാവരും മുന്നിൽ നമുക്ക് സംസാരിക്കണമല്ലോ. അങ്ങനെ ഞാൻ അതിന് സംസാരിച്ചു. ഈവൻ ആൾക്കാർ മുന്നിൽ നിന്ന് കരയുന്ന സിറ്റുവേഷൻസ് വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്കിങ്ങനെ പേടിച്ചിട്ട് കരയുന്ന സിറ്റുവേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്, പേടിച്ചിട്ട്. ഞാൻ ഇലക്ഷനിൽ നിന്നു, സംസാരിച്ചു, എല്ലാം ചെയ്തു. കോളേജിലെത്തിയപ്പോഴത്തേക്ക് പിന്നെയും എനിക്ക് പേടികളും കാര്യങ്ങളും. ഫൈനൽ ഇയർ ആയപ്പോഴത്തേക്കും നമുക്ക് സ്റ്റേജിൽ ഫൈനൽ ഇയർ റെപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആരും മുന്നോട്ട് വന്നില്ല. ഞാൻ മുന്നോട്ട് പോയി. ഞാൻ മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അന്ന് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ സ്പീച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ജൂനിയേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ചു. അതും ഇപ്പോഴും എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്, ഒരുപാട് പേര് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോഴും എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒന്നും വലുതായിട്ടൊന്നുമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, പിന്നെ ഞാൻ സ്റ്റേജിൽ പെർഫോമൻസിന് കയറാൻ തുടങ്ങി. ഡാൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയറുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഡാൻസ് ഭയങ്കര ഇഷ്ടമായിരുന്നു, പക്ഷേ എനിക്ക് പേടി കാരണം ഞാൻ കയറില്ല. അങ്ങനെ പിന്നെ ഞാൻ ഡാൻസിന് കയറി തുടങ്ങി. ഡാൻസിന് കയറി +2 ഒക്കെ ആയപ്പോൾ ഡാൻസൊക്കെ ഓക്കെ ആയി. പിന്നെ സ്റ്റേജിൽ അങ്ങനെ കയറി തുടങ്ങി. സംസാരിക്കാനായിട്ട് കയറില്ലായിരുന്നു, കയറി തുടങ്ങി. ഞാൻ പൂനെയിൽ ഞാൻ MBA ചെയ്യാൻ പോകുമ്പം നമുക്ക് അറിയാമല്ലോ, അവിടെ നമുക്ക് ബാക്കോട്ട് വന്നിട്ട് കാര്യമില്ല. അന്ന് ഞാൻ പൂനെയിൽ പോകുന്ന സമയത്ത് എനിക്ക് അത്രയും നാളെ എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല. ഞാൻ വീട്ടിൽ നിന്നാണ് പോയി വന്നുകൊണ്ടിരുന്നത് കാര്യങ്ങളൊക്കെ. അത്രയും നാളെ എക്സ്പോഷർ ഉണ്ടായിരുന്നില്ല.
പക്ഷേ പൂനെയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ വീട്ടിൽ നിന്ന് പുറത്ത് പോയി പഠിക്കാൻ, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിൽക്കാൻ ഒരു എക്സ്പോഷർ കിട്ടിയപ്പോൾ ഞാൻ അന്ന് തീരുമാനിച്ചൊരു കാര്യമാണ് നീതു, ഇത്രയും നാളത്തെ പോലെയല്ല, നീ ഇനി നീ നിൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. പ്ലസ് എന്തായാലും നീ ഇനി എല്ലാ കാര്യത്തിലും മുന്നോട്ട് നിൽക്കണം. ഇനി ഒരിക്കലും ബാക്കോട്ട് വലിയുന്ന കാര്യമില്ല. എല്ലാത്തിലും നീ മുന്നോട്ട് ഇറങ്ങണം. ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്യണം. എല്ലാം ആലോചിച്ചു. നമുക്ക് 2 മാസം ഒരു ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റുഡൻസും മിക്സ്ഡ് ആയിട്ടാണ്. അതിൽ നമുക്ക് കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും എല്ലാം ചെയ്യാനുണ്ട്. അതൊക്കെ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ എങ്ങനെ ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിനെല്ലാത്തിനും ഫസ്റ്റ് തന്നെ ആരെങ്കിലും ഹൂ ഉള്ള ഇൻട്രസ്റ്റ് ഫസ്റ്റ് തന്നെ ഞാൻ ചാടി എണീക്കും. എങ്ങനെയാണ് കോൺഫിഡൻസ് കിട്ടിയെന്ന് എനിക്കല്ല, പക്ഷേ ഞാൻ സ്വന്തമായിട്ട് ആലോചിച്ചൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എണീക്കും. ഒരു കോമ്പറ്റീഷൻ, ഒരു മെമ്മറി ഗെയിമിന് എനിക്ക് ഫസ്റ്റ് കിട്ടി. അതൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല ഇത്രയും പേരുടെ എനിക്ക് ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു പ്രസൻറ്റേഷൻ ഉണ്ട്. ഒരു 1000 സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ 2 പേര് ചേർന്നിട്ട് നമുക്കൊരു പ്രസൻറ്റേഷൻ, നമുക്കൊരു ടോപ്പിക് എടുത്തിട്ട് പ്രസൻറ്റ് ചെയ്യും. അതാണ് ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായ ഒരു കോൺഫിഡൻസ് വന്ന, അല്ലെങ്കിൽ സ്റ്റേജ് ഫിയർ കുറഞ്ഞു എന്ന് മനസ്സിലായ ഒരു സിറ്റുവേഷൻ. ആ പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയതും പ്രിപ്പയർ ചെയ്തൊക്കെ ഞാനും എൻ്റെ ഫ്രണ്ടിൻ്റെ റൂംമേറ്റ്സ് ആണ് എന്നൊരു കുട്ടിൻ്റെ, ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് അത് ഉണ്ടാക്കിയതൊക്കെ. അന്ന് സ്റ്റേജിൽ എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് ഞാൻ പോയത്. നമ്മൾ പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞങ്ങൾ എന്തായിരുന്നു ബേസിക് സിഫ് ആൻഡ് ഷൈനിനെ പറ്റിയിട്ട് അങ്ങനെ എന്തോ ആണ് നമ്മൾ പറയുന്നത്. അപ്പം നമ്മൾ സർഫ് എക്സലിനെ പറ്റിയിട്ട് എന്താണ് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും സ്റ്റേജിൽ പോയപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കോൺഫിഡൻസ് കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര ഇതാണ്. അത് കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ചെയ്യുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ പ്രസൻറ്റേഷൻ തുടങ്ങി. നമ്മൾ സ്റ്റേജിൽ നോക്കി പറയുന്നു. ഞാൻ കാണാപ്പാടം പഠിച്ചിട്ട് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ടില്ല, നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഞാനിങ്ങനെ പറഞ്ഞു, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നല്ലപോലെ എന്നെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും പരസ്പരം പറഞ്ഞു. അന്നാണ് എൻ്റെ ലൈഫിൽ ഏറ്റവും ആദ്യമായിട്ട് എനിക്ക് നല്ലൊരു അപ്രിസിയേഷൻ കിട്ടിയത്. കാരണം ഇവരുടെ കൂടെയൊക്കെ ഇന്ന്, കാരണം നമ്മളുടെ ലാംഗ്വേജ് മലയാളം സംസാരിക്കുന്നത്, എൻ്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമായിരുന്നു ഇംഗ്ലീഷ് മലയാളി, ബാക്കിയൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവരുടെ കൂടെ ഇംഗ്ലീഷും സംസാരിച്ചപ്പോൾ ലാംഗ്വേജിലും കുറച്ച് ഇമ്പ്രൂവ് ആയി. ഇതൊക്കെ ആയപ്പോഴത്തേക്ക് ലിറ്ററലി അതാണ് 1000 സ്റ്റുഡൻസിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ആ വലിയൊരു സ്റ്റേജിൽ എൻ്റെ ഫോട്ടോസ് എൻ്റെ ഇപ്പോഴും ഉണ്ട്. അതെന്തെങ്കിലും ഞാൻ എനിക്ക് വെച്ച് കാണിച്ചത്. അന്നത്തോടു കൂടിയാണ് എനിക്ക് സ്റ്റേജ് ഫിയർ എന്താണെന്നുള്ളത്, ലൈക്ക് സ്റ്റേജ് ഫിയർ കുറഞ്ഞു, അല്ലെങ്കിൽ എനിക്ക് എന്താണ് കോൺഫിഡൻസ്, അല്ലെങ്കിൽ എന്താണ് കോൺഫിഡൻസ് കൊണ്ടുണ്ടാവണം നമുക്ക് ഡിഫറൻസ് എന്ന് മനസ്സിലായി. കാരണം കോൺഫിഡൻ്റ് ആയിട്ട്, കാരണം ബാക്കിയുള്ള ആ സമയത്ത് അറിയില്ല. സ്കൂളിലൊക്കെ എല്ലാവർക്കും ഇവർക്ക് ഭയങ്കര പേടിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ കോളേജിൽ ആർക്കും അറിയില്ല. എന്നെ ഫസ്റ്റ് ടൈം അവർ കാണുന്നത്. അപ്പോൾ ഇത് നല്ല ഇമ്പ്രഷൻ കൊടുക്കും. അത് ആദ്യമേ ഞാൻ ഭയങ്കര ബോൾഡ് എന്നുള്ള രീതിയിലൊക്കെ കാണിക്കാൻ ട്രൈ ചെയ്ത്, അങ്ങനെ കാണിച്ചിട്ട് നാണക്കേടാണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് പോയി ഞാൻ ബോൾഡായിട്ട് സ്റ്റേജിലേക്ക് ഒരു സംസാരിച്ചു. പക്ഷേ യെസ്, അതായിരുന്നു ലൈഫിലെ ടേണിംഗ് പോയിന്റ്. അന്ന് കിട്ടിയ അപ്രിസിയേഷൻ ഞാൻ എൻ്റെ ലൈഫിൽ ഒരിക്കലും മറക്കില്ല. അതിനുശേഷം പക്ഷേ ഇത്രയും 1000 പേര് മുന്നിൽ വെച്ചിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എനിക്കിനി എന്തായാലും സ്റ്റേജിലോട്ടുള്ള ഫിയർ പറയും. പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസിന് ചേരാൻ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾക്ക് ചേരാൻ തുടങ്ങി. അന്ന് എനിക്ക് മിസ്സായ ഓപ്പർച്യൂണിറ്റീസ്, ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഡാൻസൊക്കെ എനിക്ക് പിന്നെ മെമ്മറി കൂടുതലാണ് എനിക്ക് മനസ്സിലായി. ഡാൻസൊക്കെ പെട്ടെന്ന് ചടപടാന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സ്റ്റേജിൽ പണ്ടൊക്കെ ഡാൻസ് കളിക്കുമ്പോൾ സ്റ്റിഫായിട്ട് കളിക്കും, പേജിൽ സ്റ്റിഫായിട്ട് കളിക്കും. പിന്നെ ഞാൻ എൻജോയ് ചെയ്ത് കളിക്കാൻ തുടങ്ങി. അങ്ങനെ സ്റ്റേജിൽ കയറേണ്ട കുറേ സിറ്റുവേഷൻസ് ഞാൻ പൂനെയിൽ എനിക്ക് MBA ചെയ്യുന്നത് കുറേ കിട്ടി. എൻ്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയ എക്സ്പോഷർ അതാണ്. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മൾ സ്വന്തമായിട്ട് പുറകോട്ട് വലിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവും. നമുക്ക് ഗ്രോ ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മിസ്സാവും. ഞാനായിട്ട് എൻ്റെ കോൺഫിഡൻസ് ഞാൻ സ്വന്തമായിട്ട് തന്നെ ബിൽഡ് ചെയ്തെടുത്താണ്. അതായത് പറ്റില്ല, നീ ചെയ്താലേ പറ്റുള്ളൂ. ഞാൻ എന്നെ സ്വന്തമായിട്ട് പുഷ് ചെയ്തുകൊണ്ട് മാത്രമാണ് എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റിയത്. അതുപോലെ നിങ്ങൾക്കും വളരെ, ഇപ്പം എനിക്ക് നല്ലവണ്ണം അറിയാം ഞാൻ എങ്ങനെയായിരുന്നു അത്. എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നീ കാണുന്ന എല്ലാവർക്കും നല്ല രീതിയിൽ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആണ് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത്. ഇതാണ് ഇന്നത്തെ ടോപ്പിക്. ഇപ്പം തന്നെ ഞാൻ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റത്തോളം വീഡിയോ ഇടാന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ അത് 17 മിനിറ്റായി. അപ്പോൾ ഇതുപോലെ പല ടോപ്പിക്സായിട്ട് ഞാൻ അടുത്തടുത്ത എപ്പിസോഡിലായിട്ട് സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് ഫിയറിനെ പറ്റിയിട്ട് ഞാൻ സംസാരിച്ചു. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് വാട്ട് വി ക്യാൻ ഷെയർ നെക്സ്റ്റ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് സ്റ്റേജ് ഫിയർ, ഓവർകമ്മിങ് സ്റ്റേജ് ഫിയർ. താങ്ക് യു. ബൈ ബൈ.